ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഒരു അംബ്രല്ല ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനാണ് പഠിക്കുന്നത്. അപ്പൊ ഒരു പഴയ സാരിയിലാണ് ഞാൻ ഇന്നലെ ഒരു അംബ്രല്ലയുടെ ടോപ്പ് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചിരുന്നു. അപ്പൊ ആ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ ഇന്നലത്തെ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് ലൈനിങ് കട്ട് ചെയ്ത് കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഇന്നാണ് ഞാനത് ലൈനിങ് കട്ട് ചെയ്തത്. ലൈനിങ് കട്ട് ചെയ്തിട്ട് ഞാൻ എന്താ മെയിൻ പീസിൽ ലൈനിങ് വെച്ച് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാര്യം ഇത് സാരിയുടെ പീസ് ആയതുകൊണ്ട് തയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാനിത് ലൈനിങ് വെച്ച് ഇത് മെയിൻ പീസിന് മുകളിലേക്ക് ഇതുപോലെ ലൈനിങ് വെച്ച് ഞാൻ ഫുള്ളൊന്ന് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിന്റെ യോക്ക് പാർട്സിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഇത് താഴത്തെ ഭാഗമാണ്. നമുക്ക് ആദ്യം ഈ യോക്കിന്റെ ഭാഗം തയ്ച്ചെടുക്കാം. അപ്പം ലൈനിങ് ഞാൻ കവർ ചെയ്തത് കൊണ്ട് ഇനി നമുക്ക് നെക്ക് തയ്ക്കാം. ആദ്യം നമുക്ക് ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പൊ നിങ്ങൾ ആദ്യം ഈ പീസ് നമ്മൾ ഇന്നലെ കട്ട് ചെയ്ത് വെച്ച പീസാണ്. ഈ പീസ് വെച്ച് ഞാനൊരു ലൈനിങ് പീസ് കട്ട് ചെയ്തു. എന്നിട്ട് ഈ ലൈനിങ്ങിനെ ഇതില് ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിന്റെ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പൊ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് ഞാൻ ഇത് വെച്ച് ഒരു പീസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ സൈഡെല്ലാം ഞാൻ അടിച്ചെടുത്തു. അപ്പൊ ക്യാൻവാസ് ഇതിൽ ഞാൻ വെക്കുന്നില്ല. അപ്പൊ അടുത്ത വീഡിയോയിൽ തയ്ക്കുന്നതില് ഞാൻ ചുരിദാറിന്റെ നെക്ക് തയ്ക്കുമ്പം നെക്ക് മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. അപ്പൊ അതില് നമുക്ക് ഇവിടം കട്ട് ചെയ്യാതെ, കഴുത്തിന്റെ ഇവിടം കട്ട് ചെയ്യാതെ ക്യാൻവാസ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്ത് കാണിക്കാം. അപ്പൊ ഇപ്പൊ ഞാൻ ഇത് ക്യാൻവാസ് വയ്ക്കാതെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആദ്യം ഈ തുണിയിൽ ക്യാൻവാസ് വെച്ച് ഒട്ടിച്ചിട്ട് ഇവിടെ അപ്പൊ കട്ട് ചെയ്യത്തില്ല. കട്ട് ചെയ്യാതെ മെയിൻ പീസിൽ നമ്മൾ വെച്ച് തയ്ച്ചതിന് ശേഷം നമ്മൾ ഈ ക്യാൻവാസും മെയിൻ പീസും കൂടെ നമ്മൾ കട്ട് ചെയ്ത് കളയും. അപ്പൊ ഇതിൽ ഞാനിപ്പം ക്യാൻവാസ് വെക്കാതെ ഞാനിവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്യുവാണ്. നെക്ക് നമ്മൾ പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഇനി ഇതിന്റെ ഈ കോണ് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും, തുണി അകത്തോട്ട് മടങ്ങി വരാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അതെല്ലാ വീഡിയോയിലും ഞാൻ കാണിച്ചു തരുന്നതാ. എന്നിട്ട് നമ്മൾ വീണ്ടും ഇതിനെ ഉള്ളിലേക്കാക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ ഒക്കെ നല്ലതായിട്ട് ഉള്ളിലോട്ട് മടങ്ങും. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതൊരു വൈഡായിട്ടുള്ള നെക്കാണ്. ഞാൻ വൈഡായിട്ടാണ് ഈ നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ കൂടെ ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം, തുണി പുറത്തോട്ട് വരാതെ. രണ്ടാമത് ഞാനൊരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുത്തു. അപ്പൊ നമ്മുടെ ഫ്രണ്ട് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി ഈ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തതില് നമുക്കിത് തയ്ച്ചതിന് ശേഷം വേണമെങ്കിൽ ഇവിടെ മുത്തൊക്കെ വെച്ച് നമുക്ക് വർക്കൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ഇതിപ്പോ പ്ലെയിൻ അല്ലേ, ചെറിയ ചെറിയ ഒരു ഡിസൈൻ ഉണ്ടെന്ന് വെച്ചാലും ഇതിന് മുകളിൽ കൂടെ ഗ്ലാസ് വർക്കോ മുത്ത് വർക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇനി നമുക്ക് ബാക്ക് നെക്ക്
സ്റ്റിച്ച് ചെയ്യാം. ഈ ബാക്ക് പീസിൽ ലൈനിങ് ഞാൻ തയ്ച്ചൊന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് തയ്ക്കാം. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ബാക്ക് നെക്ക് തയ്ക്കാം. ഓൺലൈനായിട്ട് നമ്മളൊരു സ്റ്റിച്ചിങ് ക്ലാസ് തുടങ്ങുന്നുണ്ട്. അപ്പം പഴയ ക്ലാസ് നമ്മൾ കഴിഞ്ഞു. അപ്പൊ അടുത്ത ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം തയ്യൽ പഠിക്കാൻ, ഓൺലൈനായിട്ട് തയ്യൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ലിങ്ക് കൊടുത്തിരിക്കാം. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ ഫ്രോക്കിന്റെ മാത്രമായിട്ടുള്ള 10 ക്ലാസ് ഉണ്ട്, നൈറ്റിയുടെ മാത്രമായിട്ടുള്ള 10 ക്ലാസ്, ചുരിദാറിന്റെ മാത്രമായിട്ട്, പിന്നെ ബ്ലൗസിന്റെ മാത്രമായിട്ട്. അപ്പൊ ഫുള്ള് പഠിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഫുള്ള് പഠിക്കാം. അല്ലാത്തവർക്കാണെങ്കിൽ ബ്ലൗസ് പ്രത്യേകമായിട്ട്, ചുരിദാർ പ്രത്യേകം, ഫ്രോക്ക് പ്രത്യേകം, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് പഠിക്കാം. അല്ല, ഫുള്ളായിട്ട് നമ്മളൊരു കോഴ്സ് പഠിപ്പിക്കുന്നതിന് 54 ഐറ്റംസ് ആണ് നമ്മൾ പഠിപ്പിക്കുന്നത്. 6 മാസം വേണ്ടവർക്ക് 6 മാസം പഠിക്കാം, 1 വർഷം വേണ്ടവർക്ക് 1 വർഷം പഠിക്കാം. അപ്പം അത് നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവര് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം നമ്മൾ ഇന്ന് പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിൽ റെക്കോർഡഡ് വീഡിയോ ആണ്. അപ്പൊ ഇന്ന് പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ നമ്മൾ പിറ്റേ ദിവസം അല്ലെങ്കിൽ 2ാമത്തെ ദിവസം അത് ചെയ്ത് കാണിക്കണം. നിങ്ങൾ എത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ സ്റ്റിച്ചിങ് നമുക്ക് എടുക്കുന്നതാണ്. അപ്പം നമ്മൾ ഇതിന്റെ ബാക്ക് സൈഡിലെ നെക്ക് സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഷോൾഡർ ജോയിന്റ് ചെയ്യാം. ഇതിന്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് നമുക്കിത് ഇങ്ങനെയൊന്ന് ഷോൾഡർ ജോയിന്റ് ചെയ്ത് കൊടുക്കാം. ഈ സൈഡിലേയും കൂടെ ഷോൾഡർ ജോയിന്റ് ചെയ്യാം. ഷോൾഡർ നമ്മൾ ജോയിന്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിടാം. തിരിച്ചിട്ട് ഇതുപോലെ ഒന്ന് എടുക്കണം. അപ്പം കവറിങ് ആയിട്ട് മാറി. ഇത് കണ്ടോ. ഇനി ഇതിന്റെ നെക്കൊന്ന് ഉള്ളിലോട്ടാക്കി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നാൽ നൈറ്റി ഫ്രോക്ക് പഠിപ്പിച്ചാൽ ഞാൻ ഇത് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വീഡിയോ കാണണം. നമുക്ക് വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് ചെറിയ ചെറിയ ഫ്രോക്കുകളും നൈറ്റികളും ഒക്കെ തയ്ച്ച് വരുമാനം ഉണ്ടാക്കാവുന്നതാണ് സ്റ്റിച്ചിങ് പഠിക്കുകയാണെങ്കിൽ. നമ്മൾ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തു. ഇനി ഇത് ഞാൻ ഹെമ്മിങ് ചെയ്യുന്നില്ല. ഇത് ഞാൻ ഇവിടെ സൈഡ് വഴി ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോവാണേ. അപ്പൊ നിങ്ങൾക്ക് ഹെമ്മിങ് ചെയ്യണമെങ്കിൽ ബാക്ക് സൈഡ് ഹെമ്മിങ് ചെയ്താൽ നല്ല വൃത്തിയായിട്ടിരിക്കും. ഇതിപ്പോ ഞാൻ ഹെമ്മിങ് ചെയ്യുന്നില്ല. ബാക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോവാണേ. ബാക്ക് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഫ്രണ്ട് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇങ്ങനെ വരും. ഇതുപോലെ. ഇനി നമുക്ക് സ്ലീവ് യോജിപ്പിച്ചു കൊടുക്കാം. ഇത് പഫ് സ്ലീവ് ഒന്നും അല്ല. ഞാനൊരു 16 ഇഞ്ച് ലെങ്തില് ഒരു സ്ലീവാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് താഴെ ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം.
ഇതിന്റെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാവേ. അപ്പൊ നമുക്ക് ഇതിന്റെ താഴ്ഭാഗവും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതിന്റെ കൈക്കുഴി ഞാനൊന്ന് എടുത്ത് വെട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പൊ സ്ലീവിന്റെ വീഡിയോ ഞാൻ കാണിച്ചിരുന്നതായിരുന്നു. അപ്പം കൈക്കുഴിയൊക്കെ കട്ട് ചെയ്യുന്ന ഈ സ്ലീവില് കട്ട് ചെയ്യുന്ന ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാ ഇവിടെയായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ നിന്ന് കുറച്ചൊന്ന് നീക്കി ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. ഇനി ഇത് നമുക്കിതില് തയ്ച്ചു കൊടുക്കാം. ഇതുപോലെയൊന്ന് സ്ലീവ് യോജിപ്പിച്ചു കൊടുക്കണം. ഇത് സാരിയുടെ പീസ് ആയതുകൊണ്ടും സ്ലീവിൽ ലൈനിങ് ഇല്ലാത്തതുകൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടാ തയ്ച്ചു വരാൻ. ഇപ്പത്തെ സൈഡിലെ സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇതിന്റെ വേസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് നമുക്ക് ഒന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഡബിൾ സ്റ്റിച്ച് ഇടാവേ. നമ്മൾ ഏത് തുണി സ്റ്റിച്ച് ചെയ്ത് ആർക്ക് കൊടുത്താലും ഏത് തുണി സ്റ്റിച്ച് ചെയ്താലും നമ്മൾ ഡബിൾ സ്റ്റിച്ച് ഇടണം എപ്പോഴും. റെഡിമെയ്ഡ് തുണികൾ നമ്മൾ വാങ്ങുമ്പോൾ അതിൽ ഒറ്റ സ്റ്റിച്ചേ ഉള്ളൂ. നമ്മൾ പെട്ടെന്ന് ഉപയോഗിക്കുമ്പോഴത്തേനും അത് സ്റ്റിച്ച് അങ്ങ് വിട്ടുപോകും. നമ്മൾ കെട്ടിയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് വരണം. തുടക്കക്കാര് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴും കെട്ടിയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് വരണം. ആദ്യം തുടങ്ങുമ്പോഴും നിർത്തുമ്പോഴും കെട്ടിടണം. ഇതുപോലെ കെട്ടിട്ട് കൊടുക്കണം. അപ്പൊ നമ്മള് യോക്കിന്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതിനെ നമുക്ക് ഈ വൺ സൈഡ് ഒന്ന് യോജിപ്പിച്ച് വയ്ക്കാം. സ്ലീവ് തൊട്ട് താഴോട്ട്. നമ്മൾ യോക്കിന്റെ ഭാഗം യോജിപ്പിച്ച് നമ്മൾ താഴെ വരുമ്പോഴത്തേന് നമുക്ക് ബാക്ക് സൈഡിലും കെട്ടാനുള്ളതേ ഇതുപോലെ കെട്ടാനുള്ള ബാൻഡ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഏറ്റവും ഈ ഭാഗത്തായിട്ട് ഇവിടെ നമ്മൾ താഴത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പൊ ഇതിന് മുകളിലായിട്ട് ഇവിടെ ഈ കെട്ടിനുള്ള ഭാഗം വരണം. ഇത് കെട്ടിട്ട് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തു. ഇനി ഒന്നും കൂടെ നമുക്ക് സൈഡിന് മുകളിലോട്ട് ഒരു സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പൊ യോക്ക് ഭാഗം നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് താഴത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം ഒരു സൈഡേ ഞാൻ അടിച്ചുള്ളൂ. മറു സൈഡ് നമുക്ക് യോക്ക് ഭാഗം കൂടെ കൊടുത്തതിന് ശേഷം മറുഭാഗം നമുക്ക് അടിച്ചു പോകാം. അപ്പൊ ഈ ഭാഗത്തെ സ്ലീവും കെട്ടും ഒക്കെ ഞാൻ വെച്ചോളൂ. അപ്പൊ മറുഭാഗം ഞാൻ അടിക്കുന്നത് ഈ താഴത്തെ ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ്.
ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച് അത് 2 പീസായിട്ടല്ലേ കട്ട് ചെയ്ത് വെച്ചത്. അപ്പൊ അതൊന്ന് സൈഡ് ഒന്ന് ജോയിന്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതില് താഴത്തെ ഭാഗം കുറച്ച് ഭാഗം നമുക്ക് തികയാത്തുണ്ടായിരുന്നു. അത് താണ്ട് ഞാൻ കുറച്ച് ഭാഗം ഇവിടെ വന്ന് യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാ ഇനി ഇതിന്റെ സൈഡ് ഒന്ന് രണ്ടും കൂടെ ഒന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒരു സാരിയുടെ ഫുള്ളും നമ്മൾ എടുത്തു. അതില് ബ്ലൗസ് പീസിന്റെ ഭാഗം നമ്മൾ യോക്ക് ഭാഗമാക്കി, അതിന്റെ മുന്താണി ഭാഗം നമ്മൾ സ്ലീവിന് കൊടുത്തു. ബാക്കി ഭാഗം കംപ്ലീറ്റ് നല്ല പ്ലെയറിലുള്ള ഒരു ടോപ്പാണ് നമ്മൾ തയ്ക്കുന്നത്. ഇനി ഒരു സ്റ്റിച്ച് കൂടെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതാ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിതില് ലൈനിങ് പീസ് ചേർത്ത് യോജിപ്പിച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ 2.5 മീറ്റർ ലൈനിങ് എടുത്തിട്ട് നമ്മുടെ പാവാട ഇത് വീട്ടിലിടുന്ന സ്കർട്ടില്ലേ, സാരി പാവാട, അതിനെ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത്, കാര്യം ലൈനിങ് ഒരുപാട് ലെങ്തിൽ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചു. ഇതുപോലെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തു. ഞാൻ അടുത്ത വീഡിയോയിൽ ഇതുപോലെ ക്രോസ് ആയിട്ട് ലൈനിങ് പീസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഇതൊന്ന് യോജിപ്പിച്ച് കാണിക്കാം. ഇവിടെ നിന്ന് ഈ ഭാഗത്ത് നിന്ന് ലൈനിങ് പീസും കൂടെ യോജിപ്പിച്ച് കൊടുക്കണം. ഇങ്ങനെ ഫുള്ളൊന്ന് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കണം. ഇതിപ്പം ഞാൻ ഇങ്ങനെയാ സ്റ്റിച്ച് ചെയ്യുന്നത്. അല്ലാതെ പാവാട പാർട്ടായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിനുള്ളിൽ ഇട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഈ വീഡിയോയിൽ ഞാനിപ്പം ഇങ്ങനെയാണ് അംബ്രല്ല ടോപ്പ് തയ്ക്കുന്നത് ഞാൻ കാണിച്ചു തരുന്നത്. യോക്കുള്ള അംബ്രല്ല ടോപ്പ് തയ്ക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പം അടുത്ത വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ അല്ലാത്ത രീതിയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇങ്ങനെ ചെയ്താല് പെട്ടെന്ന് വണ്ണം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നമുക്ക് പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. ലൈനിങ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് യോക്ക് പാർട്ട് ഇതിലോട്ട് ഇതിൽ യോക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഫുൾ ലെയർ ആണ്. ഇനി ഇതിന്റെ സെന്റർ നമ്മൾ നോക്കിയിട്ട് യോക്കിന്റെ സെന്ററും കൂടെ നോക്കി സ്റ്റിച്ച് ചെയ്യണം. ഇനി നമുക്ക് യോക്ക് ഭാഗം ഇതില് യോജിപ്പിച്ചു കൊടുക്കാം. ഇതുപോലെ വെച്ചിട്ട് നമുക്ക് യോക്കിന്റെ ഭാഗം ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരണം. യോക്കിന്റെ ഒരു ഭാഗം നമ്മൾ യോജിപ്പിച്ചിട്ടുള്ളൂ, മറുഭാഗത്ത് ഇവിടെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. മറു സൈഡ്
ഇവിടെ ഈ ഭാഗം വരുമ്പോഴത്തേന് നമ്മൾ ഈ തുണിയെ നമ്മൾ ഇതുപോലെ ഒന്ന് സൈഡിലോട്ട് ചേർത്ത് വെച്ച് കൊടുക്കും. നമുക്ക് വണ്ണം കൂട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. യോക്കിന്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത്, ഇനി നമുക്ക് യോക്കിന്റെ ഭാഗം നമുക്കൊന്ന് ഒന്നും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് മറുഭാഗത്തെ സ്ലീവും സൈഡും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ കെട്ടിനുള്ള ബാൻഡും കൂടെ ഇതുപോലെ ഒന്ന് വെച്ചു. നമ്മൾ ഇവിടെ വരെ ഈ പാവടപ്പാട്ടിന്റെ ഇവിടെ ഈ ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് നമ്മൾ പിന്നെ ലൈനിങ്ങും മെയിൻ പീസുമായിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് തയ്ച്ചു പോകുന്നത്. ഇതുപോലെ കൊണ്ടുവന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് കെട്ടിട്ട് നിർത്തിയതിന് ശേഷം നമ്മൾ ഇതുപോലെ സൂചി എടുത്തിട്ട് ഈ മെയിൻ പീസ് മാത്രമായിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും താഴോട്ട്. ഇത് കണ്ടോ, ലൈനിങ് പീസ് പ്രത്യേകമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കട്ടിയായിട്ടിരിക്കും. ഇതിപ്പോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് മെയിൻ പീസ് മാത്രമായിട്ട് നമ്മൾ ലൈനിങ് അങ്ങ് വിട്ട് കൊടുക്കും. ഇപ്പുറത്തോട്ട് അങ്ങ് ലൈനിങ് അങ്ങ് മാറ്റിയിട്ട് മെയിൻ പീസ് മാത്രമായിട്ട് നമ്മൾ താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് പോകും. ഇതുപോലെ. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ലൈനിങ് പീസ് എടുത്ത് സ്റ്റിച്ച് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ സൈഡ് ജോയിൻ ചെയ്യുന്നത്. ഇതുപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം ഇനി നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് ലൈനിങ് പീസ് മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്തു പോകും. ഈ പീസ് നമ്മൾ ഉള്ളിലോട്ട് നീക്കിയിട്ട് ഇവിടെ നിന്ന് ഇവിടുന്ന് താഴോട്ട് നമ്മൾ ലൈനിങ് പീസ് മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്ത ഇതുപോലെ.
അപ്പൊ നമ്മുടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിന്റെ താഴത്തെ ഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം. അപ്പം മടക്കാതെ ഇത് സാരി ലോക്ക് ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ല ഭംഗിയായിരിക്കും. സാരി ലോക്ക് ചെയ്യുന്നത് പോലെ ഈ ഭാഗം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇപ്പൊ ഞാനിപ്പോ സാരി ലോക്കിന്റെ മെഷീൻ കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ ഞാനിത് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുവാണ്. അപ്പം ഇവിടെ മൊത്തം സാരി ലോക്ക് പോലെ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഞാൻ ദാ ചെറുതായിട്ടാണ് ഇന്ന് മടക്കിയിരിക്കുന്നത്. ഞാനിതൊന്ന് മടക്കി അടിച്ചിട്ട് ഞാനിതൊന്ന് കാണിച്ചു തരാവേ. ഞാൻ ഇതിന്റെ താഴ്ഭാഗം ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് നമ്മളിപ്പോ സ്റ്റിച്ച് ചെയ്ത അംബ്രല്ല ടോപ്പ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. അപ്പം എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.